പ്രത്യേകിച്ച് ഉണ്ണി ഫാൻസിന് അത് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. ഉണ്ണിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഊഫി എന്ന് സംബോധന ചെയ്തായിരുന്നു ആ പരാമർശം. പക്ഷെ അതിനുശേഷം ഷെയ്ൻ ഉണ്ണിയോട് മാപ്പ് ചോദിച്ചുവെന്നും ആ മാപ്പ് ചോദിച്ച് മെസ്സേജ് അയച്ചുവെന്നും ഒക്കെ ഷെയ്നും പറഞ്ഞു, ഉണ്ണിയും പറഞ്ഞുവെങ്കിലും ആരാധകർ ഷെയ്നെ വെറുതെ വിടുന്നില്ല. ഞങ്ങളൊരു ഇന്റർവ്യൂ മൊത്തമായിട്ട് കണ്ടവർക്ക് മനസ്സിലായി, ഞങ്ങൾ അങ്ങനെ നമ്മളുടെ ഒരു ഫ്രണ്ട്സ് അങ്ങനെ ഒരു തമാശ പറഞ്ഞു പോണതിന്റെ വീട്ടിൽ അറിയാതെ പറഞ്ഞു പോയി കുറച്ച് കാര്യങ്ങൾ. പക്ഷെ അതിന് ഉണ്ണിച്ചേട്ടൻ ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ചായിരുന്നു. ഉണ്ണിച്ചേട്ടനും അല്ലെങ്കിൽ ഉണ്ണിച്ചേട്ടന്റെ ഫാൻസിനും അങ്ങനെ ഒരു ഹേർട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് പരസ്യമായിട്ട് മാപ്പ് ചോദിക്കുകയാണ്. നിർമ്മാതാക്കൾ ഷെയ്നു വേണ്ടി പൈസ മുടക്കാൻ തയ്യാറാവുന്നില്ല. പല നിർമ്മാതാക്കൾക്കും ഷെയ്നിലുള്ള വിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോലത്തെ അവസ്ഥയായി. നിരവധി പ്രോജക്റ്റുകൾ ഷെയ്നെ വെച്ച് ചെയ്യാനിരുന്നത് മാറ്റിവെക്കുകയോ അല്ലെങ്കിൽ റദ്ദാക്കുകയോ ചെയ്തു. പ്രേക്ഷകർക്കും ഷെയ്നിലുള്ള പ്രതീക്ഷ നിലച്ചു. പ്രത്യേകിച്ച് ഷെയ്ൻ നൽകിയ വിവാദ പരാമർശങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഓഡിയൻസിനെ കുറച്ചു. എന്നാൽ ഷെയ്നിന്റെ തിരിച്ചുവരവായിരുന്നു 2023. ഈ സമയത്താണ് ഷെയ്നിന് വിലക്ക് നീക്കം ചെയ്തത്. ഷെയ്ന്റെ അമ്മ ഷെയ്ന്റെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് പുതിയൊരു ആളായിട്ട് ഷെയ്ൻ ഉത്തരവാദിത്വത്തോടുകൂടി തിരിച്ചു വന്നു. എങ്കിലും 2023 കൊറോണ പേപ്പേഴ്സ്, അതുപോലെ തന്നെ വൻ ഹിറ്റായി മാറിയ RDX മുതലായ പടങ്ങള് ഷെയ്ൻ ചെയ്യുന്നത്. കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കുമ്പളങ്ങി നൈറ്റ്സിന് ഷെയ്ന് കിട്ടിയിട്ടുണ്ട്. സിംഹ അവാർഡ് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഇഷ്ക് സിനിമയ്ക്ക് വേണ്ടി. ഇപ്പോ പുതിയൊരു തമിഴ് പടം ചെയ്തിട്ട് അത് തമിഴ് ഓഡിയൻസിന് ഇഷ്ടമായി, പക്ഷെ മലയാളി ഓഡിയൻസിന് ഇഷ്ടമാകുന്നില്ല, അല്ലെങ്കിൽ അത് സിനിമ കൊള്ളില്ല എന്നുള്ള പ്രചരണത്തിന്റെ ഭാഗമായിട്ട് സിനിമ ഓടുന്നില്ല എന്ന് പറഞ്ഞിട്ട് പേര് സത്യ, ഊര് പുതുക്കോട്ടെ. இந்த பையலோட சாவு என் கையில தான். அப்புறம் பாத்துக்கலான்னு ഷെയ്ൻ ഓഡിയൻസിന് മുമ്പിൽ ആറാട്ടണ്ണനെ പോലെയുള്ള ആൾക്കാരെ കൂട്ടുപിടിച്ച് നിന്ന് കേഴുന്നതാണ് 2025 പുതിയ വർത്തമാനം ഷെയ്നെ കുറിച്ചുള്ളത്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഷെയ്നെ എത്തിച്ചത് ഷെയ്ൻ തന്നെയാണ്. ഈവൻ RDXന്റെ ഷൂട്ടിന്റെ സമയത്ത് പോലും തന്റെ പങ്കാളികൾക്ക് മുൻഗണന കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഷൂട്ട് നിർത്തിവെക്കുന്ന ഒരു മനോഭാവം തന്നെ ഷെയ്ൻ കാണിച്ചതാണ്. അതിന്റെ പ്രൊഡ്യൂസർ സോഫിയ പോളിനോട് തന്റെ മകൻ പോസ്റ്ററിൻ മുൻപന്തിയിൽ വരണമെന്ന് പറഞ്ഞ് ഷെയ്ന്റെ അമ്മ സംസാരിച്ചതായും കേൾക്കുന്നുണ്ട്. അതിനിടെ നിർമ്മാതാവ് സോഫിയ പോൾ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഷെയ്ൻ നിഗം അമ്മയ്ക്ക് നൽകിയ വിശദീകരണ കത്ത് പുറത്തുവന്നു. സിനിമയുടെ എഡിറ്റിംഗിൽ ഇടപെട്ടുവെന്ന ആരോപണത്തിന് ഷെയ്ൻ നിഗത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: RDX സിനിമയിലെ 3 കഥാപാത്രത്തിൽ മുഖ്യ കഥാപാത്രമായിരിക്കുമെന്ന് ഉറപ്പ് നൽകിയത് കൊണ്ട് മാത്രമാണ് സിനിമയിൽ സഹകരിച്ചത്. അതുപോലെ തന്നെ അതിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ആളും തന്റെ മകനായിരിക്കണമെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. അവിടെ നിന്ന് 2025 വന്ന് നിൽക്കുമ്പോൾ ഷെയ്ൻ പ്രേക്ഷകരുടെ മുമ്പിൽ വന്നതെന്ന് കരയുകയാണ്. നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അത് സ്പ്രെഡ് ചെയ്യുക, അല്ലാണ്ട് വേറൊരു ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യരുത് ബ്രോ. ഒരുപാട് പറയണില്ല, പറഞ്ഞത് ചിലപ്പോൾ കണ്ണൊക്കെ അറിഞ്ഞു ബ്രോ. അങ്ങനത്തെ സീനിലാണ് ഞാൻ നിൽക്കണത്.